നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് ഹാൻഡിലുകളിലും ക്രൈസ്തവ ഗ്രൂപ്പുകളിലും സ്വർണം ധരിക്കുന്നതിനെക്കുറിച്ച് IPCയുടെ സീനിയർ ശുശ്രൂഷകനും സഭയെ ദീർഘനാൾ സ്റ്റേറ്റിലും ആഗോളതലത്തിലും നയിച്ച പാസ്റ്റർ KC ജോണിൻ്റെ ഒരു അഭിപ്രായം ചർച്ചകൾക്ക് വഴിവെച്ചു. പാസ്റ്റർ KC ജോൺ ഒരു അഭിമുഖത്തിലാണ് പറഞ്ഞത്, പെന്തക്കോസ്തുകാർ സ്വർണം ധരിക്കുന്നതിൽ കുഴപ്പമില്ലെന്നും ഉപേക്ഷിച്ചത് തെറ്റായ തീരുമാനമാണെന്നും ആഭരണം ഉപേക്ഷിക്കാൻ ഉപദേശിച്ചത് വലിയ അബദ്ധമായി പോയെന്നും. അതിനെ ചൊല്ലി പാസ്റ്റർ KC ജോണിനെതിരെ കടുത്ത സൈബർ അറ്റാക്കും ആക്രമണങ്ങളൊക്കെയാണ് നടന്നത്. മാത്രമല്ല പല വിശ്വാസികൾക്കും ആശങ്കയുണ്ടായി. അതിലൊരു വിശ്വാസിയുടെ ആശങ്ക ഒന്ന് കേൾക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ഒരു വർഷക്കാലം വിജയവാഡയുടെ പ്രദേശത്ത് എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുവാനായിട്ട് ദൈവം എന്നെ ഇടയാക്കി. പ്രത്യേകിച്ച് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു മാസമായിട്ട് ഞാൻ അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം തിരിച്ച് വിജയവാഡയിലേക്ക് അടുത്ത മാസം പകുതിക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയോട് കൂടി ആരാധന നടത്തുവാൻ ദൈവം എന്നെ ഇടയാക്കി. പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ എഴുന്നേറ്റ് നിന്നത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ നമ്മൾ പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞ പോലെ കർത്തൃമേശയിൽ നിന്ന് അനേകർ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒരാളാണ് ഞാൻ. 2.5 വർഷമായിട്ട് ഇവിടുത്തെ കർത്തൃമേശയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പല പ്രാവശ്യം നമ്മുടെ പാസ്റ്ററിൻ്റെ അടുത്തും അസിസ്റ്റൻറ്റ് പാസ്റ്റർമാരുടെ അടുത്തും യൂണിറ്റ് ഉപദേശിമാർ ചിലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രതിവിധി കാണുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ അതിനൊരു പ്രതിവിധി തന്നിട്ടില്ല എനിക്ക്. ആ പ്രതിവിധി തന്നാൽ എനിക്ക് പ്രാഗൽഭ്യത്തോടെ ഇവിടെ കർത്തൃമേശയിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, 2 ദിവസം മുമ്പ് ഞാൻ ഒരു ഇൻ്റർവ്യൂ കാണുവാനിടയായി തീർന്നു. എൻ്റെ ഒരു സംശയം മാത്രമാണ് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്. ആഭരണം യൂസ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ആഭരണം യൂസ് ചെയ്യുന്നതിനകത്ത് തെറ്റില്ല, അത് IPCയുടെ വലിയൊരു മിസ്റ്റേക്കായിരുന്നു. ആ സമയത്ത് ആഭരണം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതെന്ന് നമ്മുടെ പാസ്റ്റർ പറയാനിടയായി. ഞാനിപ്പോൾ വാച്ച് പോലും ഉപയോഗിക്കാത്ത ഒരാളാണ്. റാൻഡമായിട്ടാണ് വാച്ച് ഉപയോഗിക്കുന്നത്. ഇപ്പം എനിക്ക് മാല ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകൾ ആഭരണം ഉപയോഗിക്കുന്നതിനകത്ത് തെറ്റില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ആണുങ്ങൾക്ക് അവർക്ക് മാല, ഇപ്പോൾ ഇടിവള, മോതിരം അതൊക്കെ യൂസ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൂടെ പാസ്റ്റർ വിശദീകരിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിൽക്കുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ പെന്തക്കോസ്തുകാരുള്ള നാടാണ് എൻ്റേത്. ഞങ്ങളുടെ നാട്ടിലുള്ള ചില പെന്തക്കോസ്തുകാരുടെ അഭിപ്രായം, പെന്തക്കോസ്തുകാരായ ഞങ്ങൾ മാത്രം ദൈവമക്കളും വിശുദ്ധന്മാരും ദൈവജനങ്ങളും, മറ്റ് സഭയിലുള്ളവർ ജാതികളാണെന്നാണ്. ഞങ്ങൾ മാത്രം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവർ, മറ്റ് സഭകളിലുള്ളവരെല്ലാം സത്യം അറിഞ്ഞിട്ടല്ല, ഞങ്ങൾ പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങിയതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകും, ബാക്കിയുള്ളവരെല്ലാവരും നരകത്തിൽ പോകും. അവർ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാലും ഒന്നും മതിയാവില്ല, ഞങ്ങളുടെ കൂടെ തന്നെ വരണം. ആഭരണം ധരിക്കാൻ പാടില്ല, ആഭരണം ധരിച്ചാൽ സ്വർഗത്തിൽ പോകില്ല. ഞങ്ങൾ ക്രിസ്മസ്, ഓണം, ഈസ്റ്റർ, പെരുന്നാൾ, മറ്റു പരിപാടികൾ, സ്കൂളിലെ കലാപരിപാടികൾ, അങ്ങനെ സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല. കാരണം ഞങ്ങൾ വലിയ പ്രത്യേകതയുള്ളവരും യേശുവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവരും ആത്മാവിൽ നിറഞ്ഞവരുമാണ്. മറ്റുള്ളവരെ വളരെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും കാണും. ഈ സാഹചര്യത്തിലാണ് പാസ്റ്റർ KC ജോൺ ഈ അഭിപ്രായവുമായി രംഗത്ത് വന്നത്. മാത്രമല്ല ആശാരി ഉപദേശിയുടെ മകൻ പാസ്റ്റർ രാജൻ വിക്ടർ, അദ്ദേഹം പറഞ്ഞു എല്ലാം കള്ളപ്രവാചകന്മാരും തട്ടിപ്പുകാരുമാണെന്ന്. ഇത്രയും നാൾ പുള്ളി പോലും അങ്ങനെയാണ് പ്രസംഗിച്ചതെന്നും ഇപ്പോൾ വെളിവ് കിട്ടിയെന്ന്. ഇത്രയും നാൾ ഞങ്ങൾ പറഞ്ഞതൊക്കെ മണ്ടത്തരമാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ എന്ന് പറയുന്നവരും പറഞ്ഞത് മണ്ടത്തരമാണ് എന്ന് പച്ചയ്ക്ക് പറയുമ്പോൾ പെന്തക്കോസ്തുകാർ അത്ഭുതപ്പെടുന്നത് സ്വാഭാവികമാണ്. ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്ക് തോന്നുന്ന ചില സംശയങ്ങളുണ്ട്. ഈ ആഭരണം അണിയുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? അത്ര വലിയ ഗുണം ഉണ്ടായാലല്ലേ ഉപേക്ഷിക്കുമ്പോൾ അത് വലിയ അബദ്ധമാകുന്നത്? പെന്തക്കോസ്തിൽ വന്നിട്ട് എത്ര പേര് ആഭരണം ഉപേക്ഷിച്ചിട്ടുണ്ട്? വളരെ കുറച്ചു പേർ മാത്രമായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം അത് വിറ്റ് കാശാക്കിയില്ലേ? അപ്പോൾ ഉപേക്ഷിക്കുക എന്നുള്ളതിൽ പ്രസക്തിയുണ്ടോ? ആഭരണം ഉപേക്ഷിക്കണം എന്നാണോ, ആഭരണം അണിയരുത് എന്നാണോ ഉപദേശം? ഞാൻ മനസ്സിലാക്കുന്നത് അണിയരുത് എന്നാണ്. അപ്പോൾ വാങ്ങിവെക്കാം, ദേഹത്ത് ഇടരുത്, അല്ലേ? ആഭരണം അണിയുന്നതാണോ അണിയാതിരിക്കുന്നതാണോ നല്ലത്? അതിര് കവിഞ്ഞ അലങ്കാരങ്ങൾ ആത്മീയതയാണോ? ഇത് പാപമാണെന്ന് പറഞ്ഞ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചതല്ലേ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം?
അതുപോലെ പുതിയ നിയമത്തിൽ ഇല്ലാത്ത ഒരു ഉപദേശം അല്ലേ ദശാംശം കൊടുക്കുക എന്നുള്ളത്. അതും അബദ്ധമാണെന്ന് പറയാനുള്ള ധൈര്യം ഈ ഉപദേശിമാർക്കുണ്ടോ? എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അമേരിക്കയിൽ പോയപ്പോൾ അവിടെ വെച്ച് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു മൂത്ത പാസ്റ്ററെ കണ്ടു. ഇവിടുന്ന് വിസിറ്റിന് വന്നതാ, 2 മാസമായി അമേരിക്കയിലുണ്ട്. അതിനിടയിലാണ് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിക്കാൻ ചെന്നത്. നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ തൊട്ട് തലേ ആഴ്ചയായിരുന്നു അവിടെ ചെന്നത്. അവിടുന്നാണ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോരുന്നതിൻ്റെ തലേ ദിവസം പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് പാസ്റ്റർ വല്ലാതെ ടെൻഷൻ ആകുന്നത് കണ്ടു എൻ്റെ സുഹൃത്ത്. കാര്യം തിരക്കിയപ്പോൾ ആദ്യം സത്യം പറഞ്ഞില്ല, പിന്നീട് പറഞ്ഞു, എനിക്ക് സംഭാവനയായി കുറച്ച് സ്വർണം കിട്ടി, അത് നാട്ടിൽ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ചിന്തിച്ച് ടെൻഷനായതാണെന്ന്. ഏകദേശം 50 പവനോളം ഉണ്ടായിരുന്നു. ഒടുവിൽ 10 പവൻ അദ്ദേഹം തന്നെ കൈവശം കൊണ്ടുവന്നു. ബാക്കി എൻ്റെ സുഹൃത്ത് വഴി നാട്ടിലേക്ക് വന്ന ഒരു കുടുംബത്തിനെ ഏൽപ്പിച്ച് അദ്ദേഹത്തോടൊപ്പം കൊണ്ടുവന്നു. ആ പാസ്റ്ററും ഒരു സഭയെ നയിക്കുന്ന വലിയ സുവിശേഷകനാണ്. അപ്പോൾ ഇവർക്കൊക്കെ ആകും, അതായത് അമ്മായിക്ക് അടുപ്പിലുമാകും, മരുമോൾക്ക് പറമ്പിലും ആയിക്കൂടാ. ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പാസ്റ്റർ കെ സി ജോൺ ഒരു ക്ഷമാപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം. സ്നാനപ്പെടുന്നവര് ആഭരണം ഉപേക്ഷിക്കണമെന്നുള്ള നമ്മുടെ നാട്ടിലെ IPCയിലെ പഠനത്തിൽ വ്യത്യസ്തമായിട്ട് ആ ബൈബിൾ കോളേജിലെ ടീച്ചേഴ്സും അവിടുത്തെ സഭയും പഠിപ്പിച്ചിരുന്നത് സ്നാനപ്പെട്ടാൽ മതി, ആഭരണം അതുമായിട്ട് ബന്ധമില്ല, അതിന് ആഭരണം ഇടാം, ആഭരണം നീക്കണം എന്നൊരു ഉപദേശം അവിടെ ഇല്ല. ഞാൻ തിരക്കിയപ്പോൾ അമേരിക്കയിലുള്ള മിക്ക സഭകളിലും വളരെ ചുരുക്കം സഭയിലെ കാണത്തുള്ളൂ സ്നാനപ്പെടുമ്പോൾ ആഭരണം ഊരണമെന്നുള്ള ഉപദേശം. അമേരിക്കക്കാരുടെ വെള്ളക്കാരുടെ സഭകളിൽ അതായിട്ട് എനിക്കറിയത്തില്ല. ആഭരണ നിഷേധം നമ്മുടെ ഒരു പ്രതിഷ്ഠയുടെ ഭാഗമാണ്. ഒരാൾ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിഷ്ഠ എടുക്കുകയാണ്, ഇനി എനിക്ക് ആഭരണം വേണ്ട, അലങ്കാരങ്ങൾ വേണ്ട എന്നെടുക്കുന്ന പ്രതിഷ്ഠയുടെ ഭാഗമാണ് ആഭരണം ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാനും അത് തന്നെയാണ് പഠിപ്പിച്ചതും. 500-ൽ പരം വിശ്വാസികൾ ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന പ്രാദേശിക സഭയിലുണ്ട്. ഇവിടെ ഒരാളെപ്പോലും ആഭരണം ഇട്ടുകൊണ്ട് സ്നാനപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഓർത്തഡോക്സ് സഭയിലെ, സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ 5 വൈദികരെ പമ്പാ നദിയിൽ ഇറക്കി വിശ്വാസ സ്നാനം നൽകി. 5 വൈദികർക്കും സഭകളുണ്ട്. അതെല്ലാം പെന്തിക്കോസ് ഉപദേശമുള്ള സഭകളാണ്. അവരോട് ഒന്നും ആഭരണ നിഷേധത്തെക്കുറിച്ച് ആഭരണം ഉപേക്ഷിക്കണോ ഉപേക്ഷിക്കണ്ട എന്നോ പഠിപ്പിച്ചിട്ടില്ല. ആഭരണം ഉപേക്ഷിക്കുക, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് വേർപെട്ട് കൂട്ടായ്മ അടിച്ച് പ്രാർത്ഥന കഴിച്ച് അപ്പം നുറുക്കി പോരുന്ന അപ്പോസ്തോലികമായ ഉപദേശങ്ങൾ, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരവരുടെ ജീവിതത്തിൻ്റെ പ്രതിഷ്ഠയുടെ ഭാഗമാണ് എനിക്കിനി ആഭരണം വേണ്ട, ഞാൻ ആഭരണം ധരിക്കുന്നില്ല, എൻ്റെ ശരീരം ആഭരണം കൊണ്ട് അലങ്കരിക്കേണ്ട എന്ന് അവർ തീരുമാനിക്കുന്നു. ഇതാണ് എൻ്റെ പഠിപ്പിക്കുക. അതിന് വിപരീതമായിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. സ്നാനപ്പെട്ടവർ ആഭരണം വർജിക്കുക എന്നത് ചെയ്തു പോരുന്നൊരു കാര്യമാണ്. അത് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ പറയുവാനില്ല. നിങ്ങളുടെ പ്രതിഷ്ഠയിൽ നിങ്ങൾ നിലനിൽക്കുക. നിങ്ങളങ്ങനെ പ്രതിഷ്ഠിച്ചവരാണെങ്കിൽ ആ പ്രതിഷ്ഠയിൽ ഉറച്ചു നിൽക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആർക്കെങ്കിലും എൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കാതെ വിഷമമുണ്ടായെങ്കിൽ അവരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു.